നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ആ വർഷത്തെ ആദ്യത്തെ മാസത്തെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ, പ്രതികൂലമായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നറിഞ്ഞ് എന്തൊക്കെ പരിഹാരം ചെയ്യണമെന്നൊക്കെ നോക്കി അനുസരിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കൂറാണെന്നറിയാം. കന്നിക്കൂറുകാർക്ക് 10ാം ഭാവത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ചാരവശാൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര ഗുണം ചെയ്യില്ലെങ്കിലും കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ സഹായ സ്ഥാനാധിപതിയും 4ാം ഭാവത്തിൽ നിന്ന് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. കർമാധിപതിയായിരിക്കുന്ന ബുധൻ 17ാം തീയതി 5ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ അവിടെ ഭാഗ്യാധിപതിയോട് യോഗം ചെയ്താണ് മാറുന്നത്. അപ്പോൾ ഭാഗ്യകർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് മാറുന്നത് കൊണ്ടൊരു മാറ്റത്തിലൂടെ അനുകൂലമായ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയം കൂടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5ാം ഭാവാധിപതിയായിരിക്കുന്ന ശനി ലഗ്നാൽ 7ലാണ്. അത് കണ്ടകശനിയുടെ ഒരു ദോഷത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താലും നല്ല പ്രതീക്ഷ ഉണ്ടെങ്കിലും ചിലപ്പം ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടിയെന്ന് വരില്ല. അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കൊണ്ട് ഏർപ്പെടുന്ന തൊഴിലിൽ, അല്ലെങ്കിൽ ബിസിനസ്സാണെങ്കിൽ ബിസിനസ്, തൊഴിലാണെങ്കിൽ തൊഴിൽ, അപ്പോൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യത്തിൽ മത്സരങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അഭിവൃദ്ധി ഉയർച്ചയും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. ഗ്രാജുവലി ഉള്ളൊരു അഭിവൃദ്ധിക്കാണ് ഈ മാസത്തിൽ യോഗം കാണുന്നത്. കാരണം 10ൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ അത്ര ഒരു ഗുണമല്ല. അപ്പോൾ വിഷ്ണുക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസൂക്ത അർച്ചനയൊക്കെ ചെയ്യണം. അതേപോലെ 7ലെ ശനി എന്ന് പറയുമ്പോൾ അലസപ്രേഷൻ ആയത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും മെല്ലെ നമ്മളിലേക്ക് എത്തുള്ളൂ. അയ്യപ്പ ക്ഷേത്രത്തിൽ അതുകൊണ്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യണം. പിന്നെ ശത്രുദോഷം നല്ല രീതിയിലുള്ള കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലിയും നെയ്വിളക്കും കഴിപ്പിക്കുന്നത് നല്ലതാണ്. അതേപോലെ അനാവശ്യമായിട്ട് ചിലവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരാനാണ് യോഗം. കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള മാസമാണ്. ഈ 2 കാര്യങ്ങളും പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ 15ാം തീയതി 5ാം ഭാവത്തിലേക്ക് വരും. അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ 17നും വരും. അപ്പോൾ ഈ 2 അഗ്നികാരക ഗ്രഹങ്ങൾ 5ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് കണ്ടമാനം പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം 10ാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയോട് ചേർന്നാണ്. അപ്പോൾ അത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഭിവൃദ്ധികരമായിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് രംഗായോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രനൊക്കെ ആയത് കാരണം കൊണ്ട് ഉച്ചബലവാനായിട്ടാണ് ചൊവ്വയും 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരില്ല. ഗുണഫലങ്ങൾക്ക് തന്നെ ആധിക്യം കാണുന്നുണ്ട്. എങ്കിലും പരിഹാരങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യണം. നാഗപൂജ ചെയ്യണം, വിഷ്ണു ക്ഷേത്രത്തിൽ ദശക്തി വഴിപാട് ചെയ്യണം, അതേപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, ഗണപതി ഹോമം ചെയ്യണം. അതിനോടൊപ്പം നല്ല പ്രാർത്ഥനയും ഉണ്ടായാൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.